ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ 7ലെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒരു കലണ്ടറിൽ 9 സംഖ്യകളുടെ ഒരു സമചതുരം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അല്ലേ, കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അതറിയാത്തവരുണ്ടോ? ഇതാണ് നമ്മുടെ കലണ്ടറിൽ 2026 ഏപ്രിലെ കലണ്ടറാണിത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്? ഈ സംഖ്യകളുടെ എല്ലാം ഇപ്പോൾ 9 സംഖ്യകളുള്ള ഒരു സമചതുരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കതുപോലെ 9 സംഖ്യകളുള്ള ഒരു സമചതുരമായിട്ട് ഇതിനെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ 9 സംഖ്യകളുള്ള സമചതുരം ഇതിൽ നിന്ന് ഏതെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, അതല്ല ഇനി ഇതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ 9 സംഖ്യകളുള്ള ഒരു സമചതുരമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സ്ക്വയർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത് പറയുന്നത് ഈ സംഖ്യകളുടെ എല്ലാം തുക 81 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മ എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ആഡ് ചെയ്തപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ ഇതിൻ്റെ സമ്മ കിട്ടിയിട്ടുള്ളത് 9 സംഖ്യകളുടെയും സമ്മ കിട്ടിയിട്ടുള്ളത് 81 ആണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നടുവിലെ സംഖ്യ എക്സ് എന്നെടുത്ത് സമചതുരം പൂർത്തിയാക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഇതുപോലെ 81 കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലുള്ള സെൻറ്ററിലുള്ള ഈ ഒരു സംഖ്യനെ, ഏതെങ്കിലും ഒരു സംഖ്യനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യനെ ഞാൻ എടുത്തു, ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ, അപ്പോൾ അതിനെ എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഇതിപ്പോൾ 28 തൊട്ടടുത്തുള്ള സംഖ്യ എന്തായിരിക്കും? 28 ഒന്ന് കൂട്ടിയതല്ലേ 27, തൊട്ടടുത്തുള്ള 28 അല്ലേ, 27 ഒന്ന് കൂട്ടിയതല്ലേ 28, 6 ഒന്ന് കൂട്ടിയതല്ലേ 7. അപ്പോൾ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യയോട് ഒന്ന് കൂട്ടിയതല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള സംഖ്യനെ എക്സ് ആയിട്ട് എടുത്താൽ തൊട്ടടുത്തുള്ള സംഖ്യ എന്തായിരിക്കും? x+1 ആയിരിക്കും അല്ലേ. ഇനി തൊട്ട് ബാക്കിലുള്ള സംഖ്യ നോക്കിയേ. അപ്പോൾ ഇവിടെ 6 നമ്മൾ എടുത്തതെങ്കിൽ ഇങ്ങോട്ടുള്ളത് x+1 ഒന്നായിരിക്കും അല്ലേ. 6+1 ആണ് 7. ഇനി ഇവിടെയാണെങ്കിലോ 6 മൈനസ് അല്ലേ, 6 മൈനസ് 1 അല്ലേ, 6 മൈനസ് 1 ആണ് ബാക്കിലുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ രണ്ടിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 2+1 ആണ്. തൊട്ട് ബാക്കിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 2-1 ആണ് അല്ലേ. ഇനി നോക്കാം, ഇനി കലണ്ടറിൻ്റെ ഒക്കെ ഏതൊരു സംഖ്യ എടുത്താലും അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ നോക്കി, ഈ രണ്ടിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ നോക്കി, അതല്ലെങ്കിൽ ഈ ഒന്നിൻ്റെ തൊട്ട് താഴെയുള്ള സംഖ്യ നോക്കി. ഈ 1നോട് 7 കൂട്ടിയതല്ലേ. 1 + 7 8, 2 + 7 9, 3 + 7 10, 4 + 7 11, 18 + 7 25, 23 + 3 23 + 7 30. ഇങ്ങനെ തൊട്ട് താഴെയുള്ള സംഖ്യനെ നമുക്ക് എന്ത് കൊടുക്കാം? +7 ആയിട്ട് കൊടുക്കാം. ഏതൊരു സംഖ്യേൻ്റെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? +7 ചെയ്താൽ മതി. ഇനി തൊട്ട് മുകളിലുള്ള സംഖ്യ നോക്കിയാൽ ഇത് 11 ആണ്. 11നോട് 7 കൂട്ടിയപ്പോൾ 18 കിട്ടി. ഇനി തൊട്ട് മുകളിലുള്ളത് എന്താ വരുന്നത്? 4 ആണ് വരുന്നത്. അതായത് 11ൽ നിന്നും 7 കുറച്ചതല്ലേ, 9ൽ നിന്നും 7 കുറച്ചതല്ലേ 2, 8ൽ നിന്നും 7 കുറച്ചതല്ലേ 1. അപ്പോൾ തൊട്ട് മുകളിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ 7 കൂട്ടിയതാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയേ. അപ്പോൾ ഇതിനെ എക്സ് ആയിട്ട് എടുത്താൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എപ്പോഴും വരുന്നത് എന്തായിരിക്കും? x+1 അല്ലേ. x+1. ഇനി ഇവിടെ ഇങ്ങോട്ടോ ബാക്കിലുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ x-1 ആവും അല്ലേ. അപ്പോൾ 5 6 7 അങ്ങനെയല്ലേ പോവുക കലണ്ടറിൽ. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ. തൊട്ട് താഴെയുള്ളതെന്ന് പറയുമ്പോൾ അതിനോട് 7 കൂട്ടിയതല്ലേ, x+7. തൊട്ട് മുകളിലാണെങ്കിലോ എക്സിൽ നിന്നും 7 കുറച്ചതാണ്, x-7 ആണ് അല്ലേ. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെയുള്ള സംഖ്യ എത്രയായിരിക്കും? അപ്പോൾ ഇത് x+7 ആണെങ്കിൽ x+8 എന്ന് വരൂലേ. അപ്പോൾ തൊട്ട് ബാക്കിലാണെങ്കിലോ x+6 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ x-7 ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും? x-6, x-6. ഇവിടെയാണെങ്കിലോ x-8 എന്ന് വരും. അതായത് ഇപ്പോൾ നമ്മളൊരു കലണ്ടറിൽ 3 സംഖ്യകൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് 1 ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഫസ്റ്റിലെ സംഖ്യ 1 2 3, 1നോട് 7 കൂട്ടി, ഇവിടെ എന്ത് വരും? 8 9 10, പിന്നെ 8നോട് വീണ്ടും 7 കൂട്ടി അല്ലേ. അപ്പോൾ എന്ത് വരും? 15 അല്ലേ. 15 16 17. ഇങ്ങനെയാണ് കലണ്ടറിലെ സംഖ്യകളെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ ഈ 9നെയാണ് എക്സ് ആയിട്ട് എടുത്തത്. 9 + 1 ആണ് 10, 9 - 1 ആണ് 8, 9 + 7 ആണ് 16, 9 + 8 ആണ് 17, 9 + 6 ആണ് 15. ഇനി മുകളിൽ നോക്കിയാലോ, 9ൽ നിന്നും 7 കുറച്ചതാണ് 2, 9ൽ നിന്നും 6 കുറച്ചതാണ് 3, 9ൽ നിന്നും 8 കുറച്ചതാണ് 1. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടേക്ക് ദ മിഡിൽ നമ്പർ ആസ് എക്സ്. നമ്മൾ എക്സ് ആണ് മിഡിൽ നമ്പർ ആയിട്ട് എടുത്തതെങ്കിൽ ഓക്കെ, കംപ്ലീറ്റ് ദ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിലാണ് ഈ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതോടെ തീരുന്നില്ല. അടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. അതെന്താണ്? ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് ഈസ് 81. ഇതിൻ്റെ എല്ലാം കൂടെ തുകയായിട്ട് വരുന്നത് 81 ആണ്. അതായത് ഇപ്പോൾ x-8 + x-7 + x-6 ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുക കേട്ടോ. +x-1 + x +x+1 +x+6 +x+7 +x+8 എന്ത് കിട്ടും?
ഇസ് ഈക്വൽ 81 എന്ന് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് എക്സ് മൈനസ് 8 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 81 കിട്ടണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം എത്ര എക്സുകൾ വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 അല്ലേ, 9 എക്സുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാം ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ. ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു മൈനസ് പോലും വരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ 9 എക്സ് ഞാൻ മുകളിലോട്ട് എഴുതാണ്. 9 എക്സ് പ്ലസ് പിന്നെ എന്താ വരുന്നത്, പിന്നെ ഇവിടെ നോക്കിയാൽ അറിയാം -8 -7 -6 ഈ മൈനസുകളെ എല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കാം കേട്ടോ. -1 കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും, -8 -7 -6 പ്ലസ് മൈനസ് എല്ലാം പ്ലസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എല്ലാ നെഗറ്റീവ് സംഖ്യകളും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയാം, പ്ലസ് ചെയ്താൽ മതി. എല്ലാം നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 8 7 അതുപോലെ 6 1 എല്ലാം കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -22 എന്നാണ്. ഈ -22 എന്നാ ഓക്കെ, ഇവിടെ -22 കേട്ടോ, ഇവിടെ പ്ലസ് അല്ല, ഇവിടെ വരുന്നത് മൈനസ് ആണ്. -22 ഓക്കെ. ഇനി പ്ലസ് ബാക്കിയുള്ളത് പ്ലസ് വരും, പ്ലസ് ബാക്കിയുള്ള 1 6 7 8 കൂട്ടുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് കൂട്ടുന്ന പ്ലസ് ആണല്ലോ വരിക, അവിടെ എവിടെ എന്തില്ല നെഗറ്റീവ് സൈനുകൾ വരുന്നില്ല. അപ്പോൾ +22 എന്ന് വരും, +22. അപ്പോൾ -22 +22 രണ്ടും ഡിഫറെൻറ്റ് സൈനാണ്, ഒരേ നമ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പറയാം, നിങ്ങളെ ഒരാൾ അടിച്ചു, നല്ലൊരു അടി അടിച്ചു, നിങ്ങൾക്ക് നന്നായിട്ട് വേദനയായി, ആ ദേഷ്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും അടിച്ചു. അപ്പോൾ എന്തായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ അടി കിട്ടിയപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമുക്ക് അവിടെ പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ മാത്സിൻ്റെ കേസിലും രണ്ട് ഡിഫറെൻറ്റ് സൈനുകൾ ഒരേ നമ്പറായിട്ട് വന്നു. ഇവിടെ -22 ഇവിടെ +22 എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, 22 -22 എന്തായിരിക്കും, 0 അല്ലേ. അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ -8 ഉണ്ട്, ഇവിടെ +8 ഉണ്ട് അല്ലേ, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇവിടെ -7 ഉണ്ട്, ഇവിടെ +7 ഉണ്ട്, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. -6 +6 ക്യാൻസൽ ചെയ്ത് പോയി, -1 +1 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ രണ്ട് സംഖ്യകൾ ഒരേ മൈനസ് വന്ന് 0 ആണ്. അപ്പോൾ 9x ഈക്വൽ, ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇവിടെ 0 ആണല്ലോ. സോ 9x ഈക്വൽ 81. സോ എക്സ് ഈക്വൽ എന്താ വരുന്നത്, 81. 9 × x ആയിരുന്നു കേട്ടോ, ഇത് 9 × x ആയിരുന്നു, അതാണ് 81 കിട്ടിയത്. 81/9 കിട്ടുമ്പോൾ 9 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 9 ആണ് എന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 9 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 10 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി അപ്പോൾ ഏത് രീതിയിലാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സംഖ്യകളെല്ലാം വരുന്നത് 2 3 4 കണ്ടോ, നിങ്ങൾ ഈ കലണ്ടറിൽ നമ്മൾ ഞാൻ വരച്ച് കാണിക്കാം. 2 3 4 9 10 11 16 17 18 ഈ സംഖ്യകളാണ് വരുന്നത്. 10 11 ഇത് നമ്മൾ ചെയ്ത് നോക്കാം. എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, സോറി 9 ആണല്ലേ സെൻറ്ററിൽ വരുന്നത്. ഓക്കെ, 9 10 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 81 എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് സെൻറ്ററിലുള്ള സംഖ്യയാണ് നമ്മൾ എടുക്കുമ്പോൾ, ഇതാണ് ഇവിടെ സെൻറ്ററിൽ വരിക അല്ലേ, 9 എന്ന ഭാഗത്ത് 9 ആണ് സെൻറ്ററിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഏതൊക്കെയാണ് സംഖ്യ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാ സംഖ്യകളും കൊടുക്കണം കേട്ടോ. ഇതുപോലെ നേരത്തെ നമ്മൾ വരച്ച പോലെ ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള സംഖ്യ 9 10 16 17 അങ്ങനെ എല്ലാ സംഖ്യകളും ഇതുപോലെ വരച്ചിട്ട് കൊടുക്കാം. സെറ്റാണല്ലോ. ഓക്കെ, താങ്ക് യു.